വിവോ ഇന്ത്യയിൽ വന്നിട്ട് 10 കൊല്ലമായി. ഈ 10 കൊല്ലത്തിൽ വിവോ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനം എന്താണെന്ന് അറിയോ? ഈ സയേഴ്സ് ആയിട്ട് കൊളാബറേഷൻ നടത്തുക എന്നുള്ളത്. ഇതാണ് വിവോ വി സീരീസിലെ അടുത്ത 2 സ്മാർട്ട് ഫോൺസ്. യെസ്, വിവോ V40 Pro ആൻഡ് വിവോ V40. ഒറ്റയ്ക്ക് 2 സ്മാർട്ട് ഫോണും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. പക്ഷെ മറുക് മുകളിലുള്ളവൻ അച്ചു, മറുക് താഴെയുള്ളവൻ അപ്പു എന്നുള്ള സിറ്റുവേഷനിലാണ് ഇത് രണ്ടിന്റെ ഡിസൈൻ. ഏറ്റവും നമുക്ക് V40 Proയിൽ നിന്ന് തുടങ്ങാം. യെസ്, ഇവനാണ് നമ്മുടെ V40 Pro. ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ കിഡിലൻ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോണുകൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ മുഴുവനും കാണുക. കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറാസ് തന്നെയാണ്. സ്പെസിഫിക്കേഷൻ ഓർത്ത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. 50 മെഗാ പിക്സലിന്റെ ക്യാമറ മാത്രമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ 4 ക്യാമറകളുണ്ട്. യെസ്, സയേഴ്സുമായിട്ട് കൊളാബറേഷനുള്ള 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, സയേഴ്സുമായിട്ട് കൊളാബറേഷനിൽ 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, അതേ സൈസുമായിട്ട് കൊളാബറേഷനിൽ 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും, 50 മെഗാ പിക്സലിന്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന സയേഴ്സ് ഗ്രൂപ്പ് സെൽഫി ക്യാമറയും. ഈ സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന കുറേ അധികം ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നോർമലി എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയായിട്ട് വരുന്നു എന്ന് മാത്രമല്ല, ഇതിനകത്ത് സയേഴ്സ് സ്റ്റൈൽ പോർട്രേറ്റ് മോഡുകളുണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്നത് മാത്രമല്ല, ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലറിന്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു സ്റ്റൈൽ, സയേഴ്സിന്റെ 7 തരം ലെൻസുകളിൽ കിട്ടുന്ന ആ ഒരു 7 തരം പൊക്കി സ്റ്റൈലുകളും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫോട്ടോസ് ഇവിടെ കാണിച്ചു തരാം. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ് സീരീസിലൊക്കെ വന്ന പോലത്തെ എഫക്റ്റുകൾ ഇതിലുണ്ട്. ഈവൻ ബി സ്പീഡ് പോലത്തെ സ്റ്റൈലുകളും ഇതിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ഫോക്കൽ ലെങ്ത്തിൽ ഏത് സ്റ്റൈൽ വെക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പോർട്രേറ്റ് ഇന്റർഫേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സയേഴ്സ് എന്ന് പറഞ്ഞ ബട്ടന്റെ താഴെയുള്ള ലെൻസിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല റേഞ്ചിൽ ഏതൊക്കെ ഫോക്കൽ ലെങ്ത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ വേണം എന്നുള്ളത് ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ആൻഡ് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസ് വരും. ഈവൻ നിങ്ങൾക്ക് ബാക്കി കാണുന്ന ഈ ഒരു ഓറ ലൈറ്റും കിട്ടുന്നുണ്ട്. യെസ്, ഇരുട്ടത്ത് എടുക്കുമ്പോൾ ഫ്ലാഷ് ഹാർഷ് ആയിരിക്കും, ബട്ട് ഓറ ലൈറ്റ് കുറച്ചുകൂടെ സ്മൂത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. ഓറ ലൈറ്റ് വെച്ചിട്ടും ഓറ ലൈറ്റ് വെക്കാതെയുള്ള ഫോട്ടോ സാമ്പിൾസും കാണിച്ചു തരാം. ഇതിന് മുന്നേ നമ്മളൊരു വെഡ്ഡിംഗ് പോർട്രേറ്റ് മോഡ് ഇതിനകത്ത് കണ്ടിട്ടുണ്ടായി. ഇപ്രാവശ്യം അവരൊരു ഫെസ്റ്റീവ് മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, അതായത് ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ കുറേയധികം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഡേ ടൈമിൽ എടുക്കാൻ പറ്റുന്ന ജസ്റ്റ് ആ ഒരു ഫെസ്റ്റീവ് മോഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡേ എന്നും വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് എന്നും കാണും. ആ ഒരു ഇതിൽ 2 ടൈപ്പ് ഓഫ് ഫെസ്റ്റീവ് മോഡ് ഫോട്ടോസും എടുക്കും. ഇനി അതേപോലെ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലും സയേഴ്സിന്റെ ഒരു സിനിമാറ്റിക് ബൊക്കെ ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഫോക്കസ് ട്രാൻസിഷൻ ആകുന്നത് പോലും ഒരു സിനിമാറ്റിക് ക്യാമറയിലൊക്കെ ട്രാൻസിഷൻ ആകുന്ന രീതിക്കുള്ള എഫക്ട് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവരാം. ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഇതിന് ഇൻഫിനിറ്റി ഐ ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ എന്നാണ് പറയുന്നത്. V40 Pro നിങ്ങൾക്ക് 2 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇവരുടെ ഹീറോ അല്ലെങ്കിൽ മെയിൻ കളർ എന്ന് പറയുന്നത് ഗാൻജസ് ബ്ലൂ എന്നാണ്. യെസ്, ആ ഒരു ഗംഗയുടെ ആ ഒരു വെള്ളത്തിന്റെ ബ്ലൂ എന്നൊക്കെ പറയുന്നത് പോലെ. ബട്ട് എന്റെ കയ്യിലുള്ളത് ടൈറ്റാനിയം ഗ്രേ ആണ്. ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രീമിയംനെസ് തോന്നുന്ന ടൈപ്പ് ബിൽഡാണ്. ബാക്കിൽ ഗ്ലാസ് ആണ്. മുകളിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ പോർട്രേറ്റ്സ് എഴുതിയിരിക്കുന്നത് കാണാം. താഴെ സ്പീക്കറിൽ ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോണ്, സിം ട്രേ ഉണ്ട്. ആൻഡ് സ്ലിം ആയിട്ടുള്ള ഫോണാണ്. സ്ലിം ആയിട്ടുള്ള ഫോൺ ആണെങ്കിലും ഇതിനകത്ത് 5000 അല്ല 5500 mAh ബാറ്ററി കുത്തി കയറ്റിയിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗും. ക്യാമറയെ കുറിച്ച് പറഞ്ഞത് ഓക്കെ. ഇനി ഇതിന്റെ പെർഫോമൻസ്, MediaTek Dimensity 9200+ പ്രോസസർ. അത്യാവശ്യം MediaTekന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു പ്രോസറാണ്. യെസ്, നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യാനായിക്കോട്ടെ, ഡേ ടു ഡേ ടാസ്കുകൾക്കായിക്കോട്ടെ യാതൊരു ലാഗും ഗ്ലിച്ചും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഇതാണ് ഇതിന്റെ AnTuTu സ്കോർസ് വരുന്നത്. ഓൾസോ വെൽ ബിൽഡ് ആയിട്ടുള്ള ഫോണാണ്. ഫോണിന് IP68 റേറ്റിംഗ് ഉണ്ട്. യെസ്, ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് വെള്ളത്തിനകത്ത് മുക്കാം. ഈവൻ സ്മാർട്ട് ഫോൺ ഡ്യൂറബിൾ ആണ്, ഡ്രോപ്പ് റെസിസ്റ്റന്റും ആണ്. ഇനി ക്യാമറ മാത്രമല്ല, ഇതിന്റെ ഡിസ്പ്ലേയും 6.78 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഒരു 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ. ഇതിനെ അവർ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. സോ ഇൻഡോറിലും ഔട്ട്ഡോറിലും വിസിബിലിറ്റി യാതൊരു പ്രശ്നമില്ല. 12GB RAM 512GB സ്റ്റോറേജിലും 8GB RAM 256GB സ്റ്റോറേജിന്റെ വേരിയന്റിലാണ് വരുന്നത്. യെസ്, ഇതിനകത്ത് UFS 3.1 സ്റ്റോറേജ് ആണ്. ഡിവൈസ് റൺ ചെയ്തിട്ട് Android 14ലാണ്. ഫൺ ടച്ച് OS 14 ബേസ് ചെയ്തിട്ട് കുറെ അധികം നിങ്ങൾക്ക് AI എറേസർ പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവന്റെ അനിയനെ പരിചയപ്പെടാം. സത്യം പറയാലോ, V40 Proയിൽ നിന്നും V40ലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈവൻ ബാക്ക് സൈഡിൽ നിങ്ങൾ ഡിസൈൻ നോക്കിയാൽ ഇൻഫിനിറ്റി ഐ ക്യാമറ മൊഡ്യൂളാണ് ഇതിലും. ഒരേ ഒരു വ്യത്യാസം, ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഒരു ക്യാമറ കുറവായിരിക്കും. യെസ്, ടെലിഫോട്ടോ ക്യാമറ ഇതിനകത്തില്ല. ബാക്കിയെല്ലാം സെയിം ആണ്. യെസ്, സൈസിന്റെ കൊളാബറേഷനുമായിട്ടുള്ള 50 MP പ്രൈമറി ക്യാമറ, 50 MP അൾട്രാ വൈഡ് ക്യാമറ, ഈവൻ ഫ്രണ്ടിൽ 50 MP ഗ്രൂപ്പ് സെൽഫി ക്യാമറ. അതേപോലെ നമ്മുടെ ഓറ ലൈറ്റ് ഇതിനകത്തുണ്ട്. ആൻഡ് ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ V40 Proയിൽ കണ്ട അതേ ലെവൽ പെർഫോമൻസ് തന്നെ ഇത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യെസ്, ഓൾമോസ്റ്റ് കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ബ്ലറുകൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൈസിന്റെ ആ ഒരു 7 സ്റ്റൈൽ ബൊക്കെകൾ, അതേപോലെ പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് മോഡുകൾ. മറ്റേതിൽ നിന്നും ഒരേ ഒരു വ്യത്യാസം, അതിനകത്ത് നിങ്ങൾക്ക് 85 and 100 mm ടെലിഫോട്ടോ ഉള്ളതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റിയിരുന്നു. ഇതിനകത്ത്
50mm വരെയാണ് വരുന്നത്. ഈവൻ നിങ്ങൾക്ക് V40യിലും ആദ്യം പറഞ്ഞ ഫെസ്റ്റീവ് മോഡ് പോർട്രേറ്റുകൾ കിട്ടുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഫോട്ടോസ് ഞാൻ സൈഡ് ബൈ സൈഡ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ പ്രോയും V40 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ടെലിഫോട്ടോന്റെ ഒരു ഇത് മാത്രമല്ലാതെ ബാക്കിയുള്ള കാര്യത്തിൽ ആ ഒരു ഫോം ആയിക്കോട്ടെ, ആ ഒരു ഫിനിഷ് ആയിക്കോട്ടെ, ആ ഒരു ബ്ലർ ആയിക്കോട്ടെ, ഈക്വലി പെർഫോമിംഗ് ആണ് രണ്ട് സ്മാർട്ട് ഫോണും. ഈവൻ ഈ സ്മാർട്ട് ഫോണിന്റെയും ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഗ്ലാസ് ഫിനിഷിലാണ് വരുന്നത്. സ്ലിം ആയിട്ടുള്ള ഫോണാണ്. സെയിം 5500 mAh ബാറ്ററിനകത്തുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ നിങ്ങൾക്ക് 3 കളർ വേരിയൻസി വരുന്നുണ്ട്. ഗാൻജസ് ബ്ലൂ, ടൈറ്റാനിയം ഗ്രേ, കൂടാതെ നിങ്ങൾക്ക് ഒരു ലോട്ടസ് പർപ്പിൾ എന്ന് പറഞ്ഞ കളറും ഇതിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉണ്ട്. സോ എന്താണ് ഈ അടുത്ത പ്രൈമറി വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള പ്രോസസർ. ഈ വന്നിരിക്കുന്ന സ്നാപ്ഡ്രാഗണിന്റെ 7 Gen 3 പ്രോസസർ ആണ്. യെസ്, 7 Gen 3 എന്ന് പറയുന്ന ഒരു മോശമായിട്ടുള്ള പ്രോസസർ ഒന്നുമില്ല. അത്യാവശ്യം നല്ല പോലെ തന്നെ പെർഫോം ചെയ്യുന്ന, നല്ല ഗെയിമിങ്ങിനായിക്കോട്ടെ, ഡേ ടു ഡേ ടാസ്ക് ആയിക്കോട്ടെ, ഇതൊന്നും യാതൊരു ലാഗോ ഗ്ലിച്ചോ കാര്യങ്ങളൊന്നും വരില്ല. ഇതാണ് ഇതിന്റെ AnTuTu സ്കോർ വരുന്നത്. ഈവൻ പ്രോ വേരിയന്റ് കാണുന്ന പോലെ തന്നെയുള്ള സെയിം 6.78 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. യെസ്, 3D കർവ്ഡ് ആയിട്ടുള്ള 4500 നിറ്റ്സിന്റെ ഒരു ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ. പക്ഷേ റാം റോം വേരിയൻസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് 120GB ആണ്. 8GB, 128, 8GB, 256, 12GB, 512GB അങ്ങനെ 3 വേരിയൻസിലാണ്. പക്ഷേ മറ്റേതിൽ UFS 3.1 സ്റ്റോറേജ് ആയിരുന്നു. ഇതിനകത്ത് UFS 2.2 സ്റ്റോറേജ് ആണെന്ന് മാത്രം. ആൻഡ് ഡിവൈസിന്റെ ബോക്സിനകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ, സിം ടൂൾ, 80 വാട്ടിന്റെ ചാർജർ, ചാർജിംഗ് കേബിൾ, കുറച്ച് ഡോക്യുമെന്റേഷൻസ് ആൻഡ് ഇത്തരത്തിൽ മാറ്റ് ഫിനിഷ് ഉള്ള കേസുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ Vivo V40 ആൻഡ് V40 Proനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. രണ്ട് സ്മാർട്ട് ഫോൺസും ക്യാമറ വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചുകൂടി ഹയർ ആണോ, V40 Pro നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കുറച്ചുകൂടി കുറവാണ് ബട്ട് സിമിലർ പെർഫോമൻസ് ക്യാമറയിലും ബാക്കി എല്ലാത്തിലും കിട്ടണോ, V40 ചൂസ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതൊക്കെയാണ് രണ്ട് ഡിവൈസിൻ്റെയും പ്രൈസ്. ആൻഡ് ഇതാണ് നമ്മുടെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റുകൾ. പ്ലസ് ഇനിഷ്യലി കുറേയധികം ഓഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ഒരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.